നോട്ട് ബൈ മെറിറ്റിലൊരു വിഷയമുണ്ടായി. എന്നുവെച്ചാൽ നമ്മുടെ യോഗ്യതയാൽ നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന്. ചിലപ്പോൾ നിൻ്റെ ക്യാൻസർ ഫോർസ് ആകാം. അപ്പോൾ നിനക്കറിയാം വൈദ്യശാസ്ത്രവും തൽക്കാലത്തേക്ക് നമ്മളെ കൈയൊഴിയാണ്. അതേസമയം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരു ഭർത്താവും ഭാര്യയും കൂടിയായി. ഞാനാണ് സാക്ഷ്യം കണ്ടി ഞെട്ടിപ്പോയി. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ട് പറയുകയാണ്, അയാളുടെ പ്രശ്നം മഞ്ഞപ്പിത്തം വന്ന് കരൾ മൊത്തം ഡാമേജായി, മൊത്തം പോയി. വയറൊക്കെ ഇങ്ങനെ വന്ന് വീർത്ത് കരൾ ലീക്കായി വയറ് വന്ന് വീർത്ത് കുടം പോലെയായി. അപ്പോൾ ഉടനെ 1.5 കൊല്ലമായിട്ട് ചികിത്സയിലാണേ. അവസാനം വന്ന് കരൾ വീർത്ത് കുടം പോലെയായി. 1.5 ലിറ്റർ വെള്ളം വെച്ച് ഇങ്ങനെ ഓരോ മണിക്കൂറിനും ഓരോ ദിവസവും വയറ്റിൽ നിന്ന് കുത്തിയെടുക്കും. അതിന് ഡോക്ടർ കുത്തിയെടുക്കണതിൻ്റെ കാര്യം, ഡോക്ടർ ഇയാളെ കൊണ്ടുപോയി മരണ വാർഡിൽ കിടത്തും, എഴുതി മേടിച്ചു. ഫയലിനിടയ്ക്ക് നിന്ന് എഴുതി മേടിക്കും. വീട്ടിൽ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് പിടിച്ചിടും. എന്നിട്ട് മരണ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അവസാനം പറയണത്, ആ ഭാര്യയോട് പറയണത് ഒരു കന്നാസ് വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറയണത്. അപ്പോൾ ഭാര്യ പോയി കന്നാസ് വാങ്ങിക്കാൻ പോകും. കന്നാസ് വാങ്ങിക്കണത് എന്തിനാണ്? കുറച്ചുകൂടി വെള്ളം കുത്തിയെടുത്താൽ. അപ്പോൾ അതൊക്കെ മുമ്പ് ഭാര്യയോട് കാര്യം ചെയ്യും. ഇയാളെ ഈ മരണവാർഡിലേക്ക് മാറ്റുമ്പോൾ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി ഇയാളുടെ വീർത്ത വയറിൽ ഇങ്ങനെ കുരിശ് വരക്കും. ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. ഇവിടെ ഡോക്ടറിനൊന്നും ചെയ്യാൻ പറ്റണില്ല. ഡോക്ടറിന് മാക്സിമം ചെയ്യാൻ പറ്റണത് ആശുപത്രി ആംബുലൻസ് ഒക്കെ ആക്കുക, ഭാര്യയോട് ഒപ്പിട്ട് വാങ്ങിക്കുക, മരണ വാർഡിലേക്ക് ഇയാളെ മാറ്റുകയാണ്. എന്നിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ഭാര്യയെ തന്നെ അയാളുടെ വയറ് കുത്തി വെള്ളം എടുക്കാനുള്ള കന്നാസ് വാങ്ങിക്കാൻ അയാളുടെ ഭാര്യയെ തന്നെ പറഞ്ഞു വിടുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭീതിപ്പെടുത്തുന്ന മുഖങ്ങളെ നമ്മൾ അടുത്ത് കാണുമ്പോൾ മാത്രമേ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ മെറിറ്റില്ല, ഡോക്ടറിന് മെറിറ്റില്ല, ആ രോഗിക്കും മെറിറ്റില്ല, ഒന്നിനും മെറിറ്റില്ല. ആകപ്പാടെ നിൽക്കണത് എന്താണ്? ഈ ഉടമ്പടി ചെയ്തിട്ട് ആ തൈലം കൊണ്ടുവന്ന് ഈ വൈഫ് അങ്ങേരുടെ വയറേൽ കുരിശ് വരക്കും, മാതാവിനെ ഏൽപ്പിക്കും ആളാണ്. ആ സമയത്താണ് ഡോക്ടറിന് ഇത് അറിയത്തില്ലല്ലോ. ഡോക്ടർ പോയി ഇപ്പോൾ ഈ മരണ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളെ അവിടെ നിന്ന് നേരെ ആംബുലൻസ് കയറ്റുകയാണ്. അയാളുടെ ആശ്വാസത്തോടെ മരിക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ വേണ്ടിയാണ് വൈഫിൻ്റെ അടുത്ത് കന്നാസും കൊടുത്ത് വിടണത്, കന്നാസ് വാങ്ങിക്കാൻ വിടണത്. വൈഫ് കന്നാസും കൊണ്ട് വന്നിട്ട് ഡോക്ടർ വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കും. വെള്ളം കുത്തിയെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത്. ഡോക്ടർ പറഞ്ഞ് വെള്ളമില്ലേ? വെള്ളത്തിന് പകരം വെള്ളമില്ല. വെള്ളമില്ലാതെ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത്. ദാറ്റ് മീൻസ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കരൾ സുഖപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യമാണ് നിങ്ങൾ കണ്ടു കാണും. ആ സാക്ഷ്യം കണ്ടവർ കൈപ്പൊക്കിക്കേ. ദാറ്റ്സ് ഓക്കെ, താങ്ക് യു. നിങ്ങൾ സാക്ഷ്യം നോക്കണം കേട്ടോ, അല്ലാതെ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അവിടെ ഒന്നും ഇല്ല, ആകപ്പാടെ ഉള്ളത് ആ പാവപ്പെട്ട സ്ത്രീയുടെ ഉടമ്പടി മാത്രം. അത് അവരുടെ യോഗ്യതയല്ല വർക്ക് ചെയ്യണത്, മാതാവിൻ്റെ ആ ഉടമ്പടിയെ മാനിക്കും ദൈവം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങൾ ഉടമ്പടി എടുക്കുകയല്ല ചെയ്യേണ്ടത്, ഉടമ്പടിയെ ദൈവം മാനിക്കണം. രണ്ട് കേസാണ്. ഏത് മനുഷ്യനും ഉടമ്പടി എടുക്കാൻ പറ്റും, പക്ഷെ ദൈവം അത് മാനിച്ചാൽ മാത്രമേ അത് ഉടമ്പടി ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഉടമ്പടി മാനിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഉടമ്പടിയെ മാനിക്കണം. അവിടെ വിഷയം എന്നത് നിങ്ങൾ ഉടമ്പടിയെ മാനിക്കണം എങ്ങനെയാണ്? അവൻ പറയണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്താവെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യണം. എന്നിട്ട് ചിലരുണ്ടല്ലോ എന്നെ സാക്ഷിയാക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ താഴത്തെ കമന്റ് നോക്കിയിട്ടുണ്ടോ? എന്താ പറയണത്? മാതാവേ, ഈ അൾത്താരെ വന്ന് എനിക്കും സാക്ഷ്യം പറയാൻ സാധിക്കണേ, എനിക്കും സാക്ഷി എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കണമെന്നാണ്. ചില ആൾക്കാരെങ്കിലും
അവരുടെ ശവക്കുഴി അവർ തന്നെ തോണ്ടിയിട്ടുണ്ട്. കാര്യം അവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ തീരുമാനിക്കും, സാക്ഷ്യം മാത്രം പറയുകയില്ല, നാട്ടുകാർ കേൾക്കുമെന്ന്. അതാണ് സംഭവം. അപ്പോൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ കഠോരമായ സങ്കടത്തോടെ വരും, പക്ഷേ എടുക്കത്തില്ല. കാര്യം നിങ്ങൾ ഫ്രോഡാണെന്ന് നിങ്ങൾ തന്നെ ദൈവദിവസത്തിന് തെളിയിച്ചു. കാര്യം ദൈവത്തെക്കാൾ അവർ ദൈവമായിട്ട് മറ്റുള്ളവരുടെ മുമ്പ് ദൈവത്തിന് നിങ്ങൾ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ഏറ്റുപറയാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് ഏറ്റുപറയാൻ കഴിയാത്ത ആൾക്കാരെ ആ പത്രം കൊടുത്തിരിക്കുന്നതും ആ വിധത്തിലാണ്. രോഗികളെ ശുശ്രൂഷിക്കാൻ പോയിരിക്കുന്നതും ആ വിധത്തിലാണ്. നിങ്ങളുടെ അഭിമാനത്തിൽ മണ്ണ് പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ഉഡായിപ്പ് കാണിച്ചായിരിക്കും പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവർ സത്യസന്ധരായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകള് വിശുദ്ധാപൂർവം പാലിച്ചുകൊണ്ട് ഈശോയെ സാക്ഷി ലഭിക്കുമ്പോൾ ആൾക്കാരിൽ നിന്ന് പങ്കുവെക്കാനുള്ള ഈ ആത്മധൈര്യം ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അപ്പോൾ ഇതാണ് ഒരു അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് മെറിറ്റില്ല, യോഗ്യതയില്ല. എല്ലാവരും ഇങ്ങനെ നമ്മളെ കൈവിട്ടിരിക്കുന്നു. നമ്മൾ ആ ഭാര്യയും ഭർത്താവിൻ്റെ ജഡം പോലെ ശവം പോലെ ഇരിക്കുന്ന ശരീരവും മാത്രം ബാക്കി. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെല്ലുമ്പോഴും ദൈവം നമ്മളെ കൈവിടത്തില്ല. അതാണ് ഉടമ്പടിയുടെ പിടുത്തം എന്ന് പറയുന്നത്. ഉടമ്പടി ഒരു പൂട്ടാണ്. എന്താണ്? ദൈവത്തെയും നമ്മളെയും കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ ബന്ധമാണ്. അത് ആരാണ് പൂട്ടിയിരിക്കണത്? ആ ബന്ധം കൈവിടിപ്പിച്ചിരിക്കുന്ന ആരാണ്? അമ്മയാണ്. അമ്മയെന്ന് പറയണത് കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് അവൻ പറയണത് പോലെ ചെയ്ത ആളാണ്. മരിയൻ എന്ന് പറയണത് ഒരു ഉടമ്പടിയുടെ ആളായ്മയാണ്. അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞത് അതുപോലെ നിറവേറ്റിയ ഉടമ്പടിയുടെ ആളായ്മയാണ് ഉടമ്പടി മാതാവ്. ഇത് ക്വീൻ ഓഫ് ദി കവനൻ്റാണ് അവരെ. അതാണ് വാഗ്ദാന പേടകമെന്ന് പറയണത്. നമ്മൾ ഇതിൻ്റെ ആധ്യാത്മികത എന്ന് പറയണത് നമ്മുടെ അനുദിന ജീവിതവുമായിട്ടും നമ്മുടെ ക്രൈസിസ് ടൈമായിട്ട് കണക്റ്റഡാണ്. അതാണ് വേണ്ട സമയം എന്ന് പറയണത്. വേണ്ട സമയത്ത് പിന്നെ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് പാപത്തെ അല്ല. പഴയ നിയമത്തിലെ ഉടമ്പടിയൊക്കെ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ്. നമുക്കറിയാമല്ലോ, പഴയ ഉടമ്പടി 3 തരമുണ്ട്. പഴയ നിയമകാല ഉടമ്പടിയുണ്ട്, മൊസൈക്ക് ഉടമ്പടി, മൊസൈക്ക് കവനൻ്റ്. പിന്നെ പുതിയ കാല ഉടമ്പടി, ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെ ഉള്ള വീണ്ടെടുപ്പും കർത്താവ് സ്ഥാപിച്ച പുതിയ ന്യൂ കവനൻ്റും. അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ ഈ അപ്പം ഭക്ഷിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം തന്നെ നമുക്ക് ഭാഗിച്ച് വീതിച്ച് നൽകുന്ന കൃപാന എന്ന ഉടമ്പടി, അത് നിത്യജീവന് വേണ്ടിയുള്ളതാണ്. അപ്പം നിത്യജീവന് വേണ്ടിയാണ്. നമുക്ക് ILTS അവസാനം കേണ്ടായി പോകാനല്ലേ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. നമുക്ക് നഷ്ടപ്പെട്ട പ്രസാദവരം വീണ്ടെടുത്തിട്ട് ദൈവത്തിൻ്റെ കൂടെ നിത്യതയിൽ വരപ്രസാദ മഹത്വപൂർണ്ണമായി കഴിയാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. പക്ഷേ അനുദിന ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? അനുദിന ജീവിതത്തിന് വേണ്ടിയാണ് അമ്മയുടെ സാന്നിധ്യം വരണത്. എന്താണ്? വേണ്ട സമയം. വേണ്ട സമയം എന്താണ്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സമയം. അതാണ് കാനായിലെ കല്യാണം എന്ന് പറയണത്. അവർക്ക് വീഞ്ഞില്ല, അവന് ജോലിയില്ല, അവളുടെ ഭർത്താവ് മരിച്ചുപോയി, അവൾക്കും കുഞ്ഞുങ്ങൾക്കും വരുമാനമില്ല, അവൻ്റെ കുഞ്ഞിന് ഓട്ടിസമാണ്, അവൾക്ക് ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ വേണ്ടി ഒരാളെ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. ദൈവമാണ് നിശ്ചയിച്ചിരിക്കണത്. ആ ദൈവം നിശ്ചയിച്ചത് കൊണ്ടാണ്
സമയം ആയില്ല എന്ന് ഈശോയ്ക്ക് അറിയാമെങ്കിലും അമ്മയാണ് സമയം നിശ്ചയിക്കുന്നത്. അമ്മ ഒരാളുടെ ആവശ്യം കൊണ്ട് വന്നാൽ അപ്പോഴാണ് സമയമാകണത്. സമയം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു ഏജൻ്റാണ്, ഒരു നോഷനാണ് ടൈം എന്ന് പറയുന്നത്. ഇത് സമയം പൂർത്തിയായി അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതുതന്നെയാണ് അമ്മയും കൊണ്ട് വരുമ്പോഴും പറയും സമയം ആയിട്ടില്ല എന്ന് പറയണത്. അപ്പോൾ അമ്മ സമയമായതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ ഇല്ലായ്മ യേശുവിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് എപ്പോഴാണ് മെരിറ്റ് ലോസ് ചെയ്യണത് അപ്പം നമ്മുടെ കൃപയുടെ സമയമായി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്താണ്? ഉടമ്പടി ഫോക്കസ് എന്താണ്? ടൈമാണ് ഫോക്കസ് ചെയ്യണത്. അതെപ്പോഴും നിങ്ങൾ ഓർത്തേക്കണം. നമ്മുടെ ഒരു പ്രാർത്ഥനകളും ടൈമിനെ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന കണ്ടൻറ്റ് ടൈമാണ്. ടൈമല്ലേ? ശരി, ഇപ്പോൾ ഇന്നലെ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് കുറേ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അച്ഛാ ലാസ്റ്റ് ചാൻസ് ആണെന്ന്. അത് ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റും ലാസ്റ്റും ടൈമാണ്. അതാ സംഭവം. ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്. അപ്പോൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റ് ടൈമാണ്. സുവിശേഷത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ്. മദറിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ്. മദർ വന്ന് ഈശോനോട് പറയും, അപ്പോൾ ഈശോ പറയും സമയം ആയില്ല എന്ന് പറയും. ആയില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈശോ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവരുടെ ആവശ്യം നിറവേറ്റണത്? അപ്പം സമയമാക്കിയത് ആരാണ്? അമ്മയല്ലേ? അപ്പോൾ അമ്മയാണ്. അപ്പോഴേ ഈ സമയത്തിൻ്റെ ദൈവത്തിൻ്റെ പരിഗണനയിരുന്ന സമയത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് പിടിച്ചിറക്കി കൊണ്ടുവരികയും സമയത്തിൻ്റെ പൂർണ്ണതയാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഏജൻറ് റോളുള്ളത് അമ്മയ്ക്കാണ്. ഇതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട റെഫറൻസ്. ഇനി ഈശോ വരുമ്പോഴും എന്താ പറയണത്? സമയം പൂർത്തിയായി, അതുകൊണ്ട് അനുദപിക്കണം. പിന്നെന്ത് ചെയ്യണം? സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് എൻ്റെ അർത്ഥം. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ്. അപ്പം സമയം പൂർത്തിയാകണം എപ്പോഴാണ്? നമ്മളുടെ മെരിറ്റ് എപ്പോൾ ലോസ് ചെയ്യുന്നു അപ്പം സമയം പൂർത്തിയായി. എന്തിൻ്റെ സമയം പൂർത്തിയായി? കൃപയുടെ സമയം പൂർത്തിയായി. കൃപയുടെ സമയം എന്ന് പറയുന്നത് എന്താണ്? നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമയം പൂർത്തിയായി. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. 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 ഞങ്ങളുടെ ജീവിതത്തിന്റെ കൃപയുടെ സമയം വിവേചിച്ചറിയുവാൻ ഞങ്ങളെ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത നിൻ കൃപമതിയേ 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 അളവില്ലാത്ത നിൻ കൃപമതിയേ. അപ്പം കൃപയുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ കൃപയുടെ സമയമാണ് പൂർത്തിയാകണത്. കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ്?
അതുകൊണ്ടാണ് നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുന്നത്. കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ്? പരിശുദ്ധ അമ്മയാണ് ആ പൂർത്തിയാക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസകാലം എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ കാലമല്ല. ഇറ്റ് ഈസ് ഗുഡ് ബൈ. മനസ്സിലായില്ലേ? അത് കൃപയുടെ കാലമാണ്. ഇപ്പം യേശു മർക്കോസ് 1:15 എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുദപിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അനുതാപത്തിൻ്റെ വിഷയമില്ല. പിന്നെ എന്താണ്? പിന്നെ കൃപ. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യണില്ല. പാപത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യണം? പാപത്തേക്കാൾ ഉപരി നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യും? കൃപയെ ഫോക്കസ് ചെയ്യും. ഈ കൃപയുടെ സമയത്തിലാണ് നമ്മൾ വിശ്വാസ ജീവിതം നയിക്കണത്. കൈയടിച്ച് കർത്താവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്തതിൽ കൃപമതിയേ 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 അളവില്ലാത്തതിൽ കൃപമതിയേ. രാജരാജ രാജാധിരാജ പാടി പുകഴ്ത്തിടുമേ, ദിനവും വാഴ്ത്തി പുകഴ്ത്തിടുമേ. രാജരാജ രാജാധിരാജ പാടി പുകഴ്ത്തിടുമേ, ദിനവും വാഴ്ത്തി പുകഴ്ത്തിടുമേ. റോമ 6:14 കൃപയുടെ സമയത്തെക്കുറിച്ച് പറയുന്നതാണ്. പലപ്പോഴും നമ്മൾ പാപത്തെയാണ്, ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടും നമ്മൾ ക്രിസ്തുവിനേക്കാൾ ഉപരി പാപത്തെ ഫോക്കസ് ചെയ്യുന്ന ആധ്യാത്മികതയുണ്ട്. അതും ആധ്യാത്മികത തന്നെയാണ്. പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി അത് കുറച്ച് ഡിഗ്രി കുറവുള്ളതാണ്. കാര്യം ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്താൽ പിന്നെ പാപത്തിന് പരിഹാരം ചെയ്തവനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപത്തെ, ലോകത്തെ ജയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്തെ ജയിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണ്? പാപത്തിന് പകരം നമ്മൾ കൃപയെ ഫോക്കസ് ചെയ്യും. മനസ്സിലായില്ലേ? ഫോക്കസിങ്ങിൻ്റെ പ്രോബ്ലമാണ് ഇവിടെ. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഉടമ്പടിയിലുള്ളവർ കൃപയെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. റോമ 6:14. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നിന് പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പഴയ നിയമ ഉടമ്പടിയെല്ലാം നിയമത്തിന് കീഴിലാണ്, കൃപയ്ക്ക് കീഴിലല്ല. പഴയ നിയമ ഉടമ്പടിയുടെ ഒരു പോരായ്മ അതാണ്. അതെല്ലാം നിയമത്തിന് കീഴിലാണ്, കൃപയ്ക്ക് കീഴിലല്ല. പുതിയ നിയമ ഉടമ്പടിയിൽ എന്താണ്? കൃപയ്ക്ക് കീഴിലാണ്. എന്താ കാര്യം? ക്രിസ്തു നേടിയെടുത്ത കൃപ ടാപ്പ് ചെയ്യാൻ പറ്റൂ, എങ്ങനെ പറ്റൂ, അതാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെ പാപം ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമെന്നല്ല. അതൊരു ഡൗൺ റോഡായിട്ടുള്ള ഒരു അർത്ഥമാറ്റിക് ആയിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ്. ഒരു ജിയോമെട്രിക്കൽ ആധ്യാത്മികത വേണം. ക്ഷേത്രഗണിത പ്രകാരമുള്ള ഇപ്പോൾ ഒരു സൈക്കിള്, ഒരു വിമാനം, രണ്ടും ലക്ഷ്യത്തിലെത്താൻ പറ്റുമായിരിക്കും വേണമെങ്കിൽ. ഇപ്പം എൻ്റെ സഹോദരൻ, എൻ്റെ ഒരു സഹപ്രവർത്തകൻ, ഇപ്പോൾ അദ്ദേഹം സൈക്കിളിന് തിരുവനന്തപുരത്ത് നിന്ന് ഗോവ വരെ പോയി. 2 മാസം എടുത്തതേ ഉള്ളൂ. ഗോവയിൽ പോകണമെങ്കിൽ 2 മണിക്കൂർ മതി. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്താൽ സൈക്കിളിന് പോകണ പോലെ ഇരിക്കും. കൃപയെ ഫോക്കസ് ചെയ്താൽ നമ്മൾ എന്ത് പത്രം കൊടുത്താലും കൃപ വേണമെന്ന് പറയണം. രോഗിയെ പോയി കണ്ടാലും ക്രിസ്തു നീ എടുത്തത് കൃപയിൽ എന്നെ പങ്കാളിയാക്കണം. കൃപയെ ഫോക്കസ് ചെയ്താൽ വിമാനത്തിൽ പോണ പോലെ ഇരിക്കും. 2 മണിക്കൂർ കൊണ്ട് ടൈം ഷോർട്ട് ചെയ്യണത് കൃപയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. കൃപയെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്തതിൽ കൃപമതിയേ
മതിയേ കൃപ മതിയേ അളവില്ലാത്ത നിൻ കൃപ മതിയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ അതാണ് കൃപ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം പറഞ്ഞ്, അതായത് ഷി വാസ് ടോട്ടലി എൻഗ്രേസ്ഡ്, കൃപ നിറഞ്ഞ ഒരു സിറ്റുവേഷനിൽ അവൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു വാക്ക് വചനം പറഞ്ഞു. എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ ബാക്കി പറ. എനിക്ക് എല്ലാം ചെയ്യാൻ വഴി. അത് കൃപയ്ക്കുള്ള ഗുണവതാണ്. കൃപ എന്ന് പറയുന്നത് ശക്തി തന്നെയാണ്. ശക്തി തന്നെയാണ്. കൃപയ്ക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ശക്തി എന്ന് കൂടിയാണ്. കരുണയെന്ന് ഉപയോഗിക്കും, ശക്തി എന്ന് ഉപയോഗിക്കും. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്. കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർഫുള്ളാവും. അതാണ് ഫിലിപ്പിയർ 4:13. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഫിലിപ്പി 4:13. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും ജീവിതത്തിലെ. ഭർത്താവ് മരിച്ച്, കുഞ്ഞിന് രോഗമാണ്, നമ്മൾ നിസ്സഹായം നിൽക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് സാമ്പത്തിക കടമാണ്, വീട്ടിൽ എപ്പോഴും ഫോൺ എടുക്കാൻ പോലും എനിക്ക് പേടിയാണ്. ഫോണ് കടക്കാരെന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതാണ്. എനിക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ, കണ്ണ് തുറക്കുമ്പോൾ തന്നെ പേടിയാണ്. ഇന്ന് ആരൊക്കെയാണ് വന്ന് വീട്ടിൽ ശല്യപ്പെടുത്താൻ പോണത്, നാട്ടുകാരുടെ മുമ്പിൽ അപമാനപ്പെടാൻ പോണത്, എനിക്ക് ജീവിക്കാൻ തന്നെ തോന്നണില്ല. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് ബൈബിൾ നിന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നത്. അതാരാണ്? ഫിലിപ്പിയർ 4:13. എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞ ആളാരാണെന്ന് അറിയാമോ? ഒരു ദീപ്തിയാണ് പറഞ്ഞിരിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്ന്. ഇന്നലത്തെ സാക്ഷിയാണ് ദീപ്തി. ബാംഗ്ലൂരിൻ്റെ ഇന്നലത്തെ സാക്ഷി ഇന്ന് അപ്പ് ചെയ്യുന്നുണ്ടത്. ദീപ്തിയുടെ പ്രശ്നം നിങ്ങൾ കേൾക്കണം. അതായത് ദീപ്തി ഒരു നല്ല ഓഫീസർ, ഗവൺമെൻറ് ഓഫീസറാണ്. എനിക്കുള്ളത് 50,000 രൂപയോ അല്ലെങ്കിൽ 75 രൂപ എങ്ങനെയൊക്കെ ശമ്പളമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസറിൻ്റെ പ്രശ്നം എന്താ? അല്ല, ഈ കമ്പനി സ്റ്റാഫിൻ്റെ പ്രശ്നം എന്താ? അവർ ഭർത്താവും ഭാര്യയും തമ്മിൽ യോജിക്കണില്ല. യോജിക്കാത്തതിന് കാരണം ഭർത്താവ് എപ്പോഴും ഇവരെ ഹെറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്ന് ഇവർ തമ്മിൽ എപ്പോഴും ഭയങ്കര വീട്ടിൽ വന്ന് കയറിയാൽ ഇവർ തമ്മിൽ ഉടക്കാണ് ഓരോ കാര്യങ്ങൾക്ക്. അപ്പം ജീവിക്കാൻ തന്നെ ഇവർക്ക് തോന്നണില്ല. അപ്പോൾ ഭർത്താവിനാണ് എപ്പോഴും വയലൻ്റ് ആകുകയും അതുപോലെ തന്നെ ഡിപ്രഷൻ സ്വഭാവം കാണിക്കുകയും ഭാര്യയുടെ കഴുത്തേക്ക് കയറുകയും കുടുംബം കുട്ടിച്ചോറാകുകയും ചെയ്യുമ്പോൾ വീട്ടുകാരും കൊണ്ട് ഭർത്താവിനെ സൈക്കാട്രിസ്റ്റിന് കൊണ്ടുപോകും. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള നല്ല സൈക്കാട്രിയിൽ കൊണ്ടുപോകും. ഇപ്പോൾ 1 മണിക്കൂറിന് ടോക്ക് കൗൺസിലിംഗ് ആണുള്ളത്. അവിടെ സംസാരിച്ച് ഹീൽ ചെയ്യണതാണ്. 1 മണിക്കൂറിന് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2,500 രൂപയാണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ള ഹസ്ബൻഡിനെ തെറാപ്പി ഉൾപ്പെടെ ടോക്ക് ചികിത്സ, സംസാര ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് അവസാനം ഒരു 2-3 സിറ്റിംഗ് കഴിയും. അങ്ങനെ 7,500 രൂപ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി ഭർത്താവിൻ്റെ മാനസിക അസുഖം മാറാൻ വേണ്ടി, ഡിപ്രഷൻ മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. അവസാനം കൗൺസിലർ പറയും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയാണ്. ഓക്കെ, കാര്യം നമ്മൾ പോകണ്ടല്ലേ. ഈ ഇത്രയും ചികിത്സ കഴിഞ്ഞപ്പോൾ ഒരു സംഭവം കണ്ടുപിടിച്ച്
കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനവും ഇയാളുടെ മാനസിക രോഗത്തിനെല്ലാം കാരണം ആരാണ്? ഭാര്യയാണ്. ഭാര്യ വീട്ടിലില്ലേ, അവർ മിക്കവാറും ഓഫീസിലായിരിക്കും. അപ്പോൾ വീട്ടുകാരെല്ലാം കൂടി ഭാര്യയുടെ കരുത്തേക്ക് കയറി. അത് അപ്പോൾ ഇവൾക്ക് ടെൻഷനായി. ഇവൾക്ക് ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, എല്ലാം പോവില്ല. ഇവളെയും കൊണ്ട് വേറെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കാണിച്ച്. ഓരോ മനുഷ്യന്മാർ ഈ കാലത്ത് ജീവിക്കണതാണ്. വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ചില ആൾക്കാർക്ക് വിശ്വാസം കൂടും, ചിലർക്ക് വിദ്യാഭ്യാസം കൂടും. വിദ്യാഭ്യാസം കൂടിയവർ ആ മേഖലയിലെ ചിന്തിക്കത്തുള്ളൂ. ഇത് മാനസിക പ്രശ്നമാണ്, അതിന് സൈക്കാട്രിയിലാണ് പോകേണ്ടതെന്ന്. എൻ്റെ ദൈവമേ, സഭയുടെ ഗതികേട് ഇപ്പോൾ ഇത് തന്നെയാണ്. സഭയിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ സഭയ്ക്ക് അഭിഷേകം കൊടുത്തിട്ടുണ്ട്. പട്ടത്തിൻ്റെ കൗൺസിലിംഗാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഉപദേശപരം എന്ന് പറയുന്നത്. അതിന് 2500 രൂപ ആവശ്യമില്ല, ചുമ്മാ കണ്ടാൽ മതി, വിശ്വാസം മാത്രം മതി. സഭയ്ക്ക് ആ സാധനം ചില അച്ഛന്മാർക്ക് നഷ്ടപ്പെടുകയും അവന്മാർ പോയി സൈക്കോളജി കൗൺസിലിംഗ് പഠിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ ഇപ്പോൾ ആ രീതിയിലാണ് ഉദ്ധരിക്കാൻ പോണത്. ക്രിസ്തുവിനെ കിട്ടുമോ? അവർക്ക് ഉദ്ധരിക്കാൻ പറ്റുമായിരിക്കും, അവർക്ക് ക്രിസ്തുവിനെ കിട്ടുക. സഭയ്ക്ക് അങ്ങനെ കേവല ഉദ്ധാരണത്തിനൊന്നുമല്ല സഭ ഉണ്ടാക്കിയിരിക്കുന്നത്, ക്രിസ്തുവിനെ കൊടുക്കാനാണ്. അതാണ് ഈശോ പറഞ്ഞത്, അധ്വാനിക്കുന്നവനാണ് നീ, പ്രഷർ എടുക്കുന്നവനാണ്, പക്ഷെ നീ എൻ്റെ അടുത്ത് വരണം, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇപ്പോൾ എന്നാ പറ്റിയിരിക്കണേ, ഭാര്യയും ഭർത്താവും ഓരോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൗൺസിലിങ്ങിന് വേണ്ടി. എന്തിനാണ്? വീട്ടു പ്രശ്നത്തിന് വേണ്ടി. പക്ഷെ അവിടെ ഒന്നും താക്കോല് കിട്ടണില്ല, ഇത് തുറക്കാനുള്ള താക്കോലില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ബൈ ചാൻസ് ആയിട്ടൊരു ഉടമ്പടി ധ്യാനം കൂടാൻ തയ്യാറായി. ഓൺലൈനിൽ ഒരു ഉടമ്പടി ധ്യാനം കൂടി. അപ്പോൾ അവർ പറയണത്, ഒരു ധ്യാനം കൂടിയപ്പോൾ നിവൃത്തിയിൽ കേടായി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു, ഇത് ആരും പറഞ്ഞതല്ല, മൊബൈലേ വന്നപ്പോൾ അവർ കേട്ടതാ. കേട്ട ഉടനെ ഉടമ്പടി ധ്യാനത്തെ അറിയാമല്ലോ, അതിൻ്റെതായിട്ടുള്ള അഭിഷേകം ഉണ്ടാകും എപ്പോഴും. ഈ അഭിഷേകത്തിൽ ഇവർ ട്രാങ്കുലിറ്റി ഫീൽ ചെയ്തു. ഇവർക്ക് ആ സാക്ഷ്യം നിങ്ങൾ ഇന്ന് കേൾക്കണം, ഇന്ന് അപ്പോൾ ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഇവർ എത്രയോ ദിവസങ്ങളായി ഹൃദയത്തിൽ ഭാരവും കൊണ്ട് 5-10 ടൺ ഇങ്ങനെ ഹൃദയത്തിലിരിക്കണം, നിങ്ങുന്ന അവസ്ഥയാണ്. ഉറക്കമില്ലാതെ, സമാധാനം ഇല്ലാതെ, ഭർത്താവും ഭാര്യയും തമ്മിൽ ധാരണയില്ലാതെ, എപ്പോഴും ഒരു വിഷയം. അപ്പോൾ ഉടനെ ഇവരെന്ത്, ഈ ഒറ്റ ധ്യാനം കൊണ്ട് ഇവർക്കൊരു അഭവമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ ഇവരതിനെ പറയണത് സാന്നിധ്യം എന്നാണ് പറയുന്നത്, സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കണത്. എനിക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ മനസ്സിൽ കിട്ടി ആ ധ്യാനം കൂടിയപ്പോൾ. അപ്പോഴാ ധ്യാനത്തിൽ എന്നിട്ട് അപ്പോഴെനിക്ക് മതി, ഇറ്റ്സ് ഓക്കെ, ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവൾ ധ്യാനങ്ങളൊക്കെ കൂടി. അപ്പോൾ എൻ്റെ ധ്യാനം കൂടി, വിജയകുമാർ സാറിൻ്റെ ധ്യാനം കൂടി. അങ്ങനെ അവരിതിൻ്റെ അകത്ത്, അപ്പോൾ ഇവൾ പറഞ്ഞ്, പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഈ ധ്യാനം കൂടാൻ കാരണം, ധ്യാനം കൂടുന്ന സമയത്ത് ഒരു എടുത്ത് ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്ത് ധ്യാനം കണ്ടപ്പോൾ, ധ്യാനം അവർക്കൊരു ആന്തരികമായൊരു ഫീലിംഗ് കൊടുത്തപ്പോൾ അവരാദ്യം ചെയ്തത് എന്താണ്? ബാംഗ്ലൂരല്ലേ, ഇവിടം വരെ പെട്ടെന്ന് വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത്. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഒരു ഫസ്റ്റ് സംഭവം നടന്ന് എന്താണ്? ഒരു പ്രസൻസ് ഫീൽ ചെയ്തു. ആദ്യം ധ്യാനം കൂടിയപ്പോൾ ആശ്വാസമാണ് തോന്നിയത്. അതിൻ്റെ ഒരു പ്രോസസ്സിങ് നോക്കണം, നല്ല രസമാണ്. ധ്യാനം കൂടിയപ്പോൾ അവർക്ക് ആശ്വാസം തോന്നി. പിന്നെ എന്ത് ചെയ്തു? അവരോട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവർക്കുണ്ടായ മാറ്റം, ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആരോ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയണേ. ഞാൻ സംസാരിക്കുന്നവരൊക്കെ എന്നോട് പറയണേ, നിൻ്റെ ഉള്ളിൽ എന്തോ ദൈവികത ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഓൺലൈൻ ഉടമ്പടിയിലൂടെ.